എക്സിബിഷനിസ്റ്റിക് ഡിസോർഡർ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ ഇടയായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണല്ലേ. ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ, അതുപോലെ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അപ്പുറത്തിരിക്കുന്ന സ്ട്രേഞ്ചർ അവരുടെ ജനൈറ്റൽ പാർട്ട് കാണിച്ച് അതിലൊരു പ്ലഷർ കണ്ടെത്തുക എന്നുള്ളത്. ഒരു വ്യക്തിക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡ്ജസ് അല്ലെങ്കിൽ ഫാൻറ്റസി, അതായത് അവരുടെ ജനറ്റൽ പാർട്ട് അൺസസ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ട്രേഞ്ചേഴ്സിന് കാണിക്കുക. അതുവഴി അവർ ആ വിക്ടിംസിനുണ്ടാകുന്ന അവരുടെ ആ ഒരു ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവർ ഷോക്കാവുന്നതൊക്കെ കണ്ട് അതിലൊരു പ്ലഷർ കിട്ടുന്നു. ഇതൊക്കെയാണ് എക്സിബിഷനിസ്റ്റിക് ഡിസോർഡറിൽ കാണുന്നത്. ഈ ഡിസോർഡർ ഉള്ളവർ ചിലപ്പോൾ സോഷ്യലി ഐസൊലേറ്റഡ് ആയിരിക്കാം, അതുപോലെ ഷെയിംഡ് ആയിരിക്കാം, പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽപ്പോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് വിക്ടം ആകുന്ന വ്യക്തികൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ട്രോമയോ ഫിയറോ അതുപോലെ ഡിസ്ട്രെസ്സോ ആണ്. എക്സിബിഷനിസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും റിയാക്ട് ചെയ്യണം, ലീഗലി പോവും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ലീഗൽ എന്തൊക്കെയാണ് സെക്ഷൻസ് എന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ സിവിയറിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഗൈഡ്ലൈൻസോട് കൂടി മെഡിക്കേഷൻസും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബി കൈൻഡ് ടു യുവർ മൈൻഡ്. ടാറ്റ.